എന്നോട് പലപ്പോഴും വരുന്ന ക്രിറ്റിസിസം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കമ്പോസർ തന്നെ അത് ചെയ്യുമായിരുന്നു. അതൊരു ഫ്യൂട്ടൈലായിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. കാരണം ഒരു സമയത്ത് നമ്മൾക്ക് വരുന്ന ഒരു ഐഡിയ, ഒരു സ്ട്രക്ചർ, ആ സമയത്ത് നമുക്ക് വരുന്ന ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ്. അതാണ് നമ്മളുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ്റെ അവസാനം എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലപ്പോൾ ഇപ്പോൾ ബാബുക്ക നമുക്കൊക്കെ വികാരമായിട്ടുള്ള, അദ്ദേഹം പ്രാണസഖി പാടുന്ന മനോരമ ഇട്ട ബാബുരാജ് പാടുന്നുള്ള കാസറ്റിൽ അദ്ദേഹം പ്രാണസഖി പാടുമ്പോഴാണ് എനിക്ക് ഒരു നമ്മൾ ഈ സംഗതി എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എന്താ, ഇപ്പോൾ എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരടിൽ, ഇത്രയേ ഉള്ളൂ സിനിമയിൽ വന്ന പാട്ടിൽ. ഇത് തന്നെ അദ്ദേഹം പെട്ടി വായിക്കുമ്പോൾ എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ എന്നാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ഇത് അദ്ദേഹം കമ്പോസ് ചെയ്തപ്പോൾ, അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ തെളിവായില്ലേ, അന്ന് കമ്പോസ് ചെയ്തതല്ല അതിൻ്റെ ഒരു അവസാനത്തെ രൂപം എന്നുള്ളത് അദ്ദേഹം തന്നെ പാടിയതിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. ശരത് സാർ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പല വേദികളിൽ പാടുമ്പോൾ അതിൻ്റെ പല പല വേരിയൻസ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എൻഡ് സ്റ്റേറ്റ് ഒന്നും അറിയില്ല. അതൊരു ഡിപ്പെൻഡൻസിയുടെ മുകളിൽ. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഇന്ന് രാത്രി ഒരു പാട്ട്, ഒരു ട്യൂൺ കൊടുക്കണം, ഇന്ന് രാത്രി അതിൻ്റെ ഡെഡ് ലൈൻ, ഒരു ട്യൂൺ നമ്മൾ കൊടുത്തു, അതൊരു ഗായകൻ പാടി, അതിനൊരു രൂപമായി. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ട്യൂണിൽ തന്നെ മറ്റൊരു കാര്യം മനസ്സിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ലിമിറ്റഡ് അഭിപ്രായം, നമ്മൾക്ക് കേൾക്കാനിടയായതാണ് ഒരു സാധനത്തിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ് എന്നുള്ളത്. ഒരു പക്ഷേ പെയിൻറ്റിങ്ങുകൾക്കോ ശില്പങ്ങൾക്കോ അല്ലെങ്കിൽ ഫിസിക്കലി തൊട്ടനുഭവിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ശ്രവണം അല്ലെങ്കിൽ കേൾവിയിലൂടെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒരു ഫോമിന് അങ്ങനത്തെ ഒരു ആകൃതിയോ ഒരു സ്ഥായിയായ ഒരു സ്ട്രക്ചറോ നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയില്ല.